Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ശക്തരായ ടീമുകൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രമാണി റെഡിയാണോ? അതാണ് ഭഗവാനെ വിഘ്നങ്ങളൊക്കെ തീർക്കണേ. ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ടീമിനെ ആദ്യം പരിചയപ്പെടാം അല്ലേ അഖിൽ? നമ്മൾ തെക്കാണോ വടക്കാണോ? തെക്കുകാർ എപ്പോഴും കിടിലാണ്. അപ്പൊ തെക്കിനെ ആനയിക്കാൻ വേണ്ടി നല്ല കിടിലങ്ങളാണ് എന്ന് എത്തിയിരിക്കുന്നത് എലീന പടിക്കൽ, അഖിൽ and ഡയാന. അത് ഏക്കാൻ പോണില്ല, പറഞ്ഞു കയറ്റി വെച്ചത്. പ്രായത്തിന് ബഹുമാനിക്കുന്നതാണ് ഞാൻ ഒന്നും വിട്ടാ. ചീറ്റാൻ പോകുന്ന പടക്കല്ലേ, വിഷു ഒക്കെ കഴിഞ്ഞല്ല. അതല്ല എനിക്ക് വിഷമല്ല, പാവപ്പെട്ട ചെറുക്കനെയും കൂടെ കൊണ്ട് ആ കൂട്ടത്തിൽ കൊണ്ട്. ആരാണ് പാവപ്പെട്ട ചെറുക്കൻ? ഒരു മനുഷ്യനാ. അതെ, കുറച്ച് നേരത്തേക്കുണ്ട്, അതുകൊണ്ട് എന്റെ സ്വഭാവത്തിലേക്ക് വരും. ശരി, അപ്പൊ നമുക്ക് അവരെയും കൂടെ സ്വാഗതം ചെയ്തേക്കാം. ഹായ് അർജുൻ. ഹലോ. ഹായ് ശ്രീവിദ്യ. എണീക്കാൻ പോലും വയ്യാതെ അഖിൽ. ഏക്കത്തില്ല അവർ ഇതുവരെ എണീറ്റാൻ കണ്ടില്ല. ഒരു സോഫയ്ക്കകത്ത് വേറൊരു സോഫ കൊണ്ട് വെച്ചേക്കും. അയ്യോ, ഇവിടെ നോക്കുമ്പോഴേ പറയാൻ പറ്റൂല, ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെ മിണ്ടാതിരിക്കുന്നത്. അല്ലല്ല, ഒരു മിനിറ്റ്, നടുക്കിരിക്കുന്ന മമ്മൂക്ക ഒന്ന് മറിക്കോ. താങ്ക് യു. ഐശ്വര്യ മുഖത്തേക്ക് അടിച്ചിട്ട് കാണാം. നിന്റെ കണ്ണോടിച്ചു പോയോ? ഞാൻ വിചാരിച്ചു എനിക്കാണ് പ്രശ്നം. മെമ്പർ ചോദിച്ചേട്ടാ നിനക്ക് ചെങ്കണ്ണാണോന്നു. ഞാൻ പറഞ്ഞ സ്റ്റൈലിന് വെച്ചേക്കണെന്ന് പറഞ്ഞു. സ്റ്റൈലാണ് ചേച്ചി അവന്റെ. ചിലർക്ക് ചാനൽ മാറിയാലും മാറൂല. അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കല്ലേ. നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെയും കൂടെ പരിചയപ്പെടണം. പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഏഴംകുളം പഞ്ചായത്തിൽ നിന്നും വൈസ് പ്രസിഡന്റ് ആൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. നമുക്ക് വൈസ് പ്രസിഡന്റ് അനിത ചേച്ചിയിൽ നിന്നും തുടങ്ങാം അല്ലെ? നമ്മുടെ ഇവിടുത്തെ ബഹളം കണ്ടല്ലോ, നിങ്ങളുടെ അവിടുത്തെ ബഹളവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കേക്കട്ടെ. ഞങ്ങളുടെ അവിടെ വലിയ ബഹളം, പറയത്തക്ക ബഹളങ്ങളൊന്നുമില്ല. ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടായിട്ട് തന്നെ, ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. എല്ലാവരും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ. അല്ലെങ്കിൽ എങ്ങനെ തിരിച്ച് പഞ്ചായത്തിൽ എല്ലാരും പോകും. അല്ല, ഇതിപ്പോ ഭരണം തുടങ്ങിയിട്ട് എത്ര നാളായി ചേച്ചി? 4 മാസമായിട്ട്. 4 മാസമല്ലേ ആയുള്ളൂ, 5 വർഷം കിടക്കല്ലേ. 2.5 കൊല്ലം കഴിയുമ്പോ കാണാം ഇങ്ങനെ ഇരിക്കുമെന്ന്. ഒരു വരവും കൂടി ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ കൂടെ പറഞ്ഞേ, ഇതേ ഹണിമൂൺ പീരീഡാ. ഭരണത്തിന്റെ ഹണിമൂൺ പീരീഡ്. എങ്ങനെ സാധിക്കുന്നത്? കല്യാണത്തിന് ഫാമിലി ആയിട്ട് അങ്ങ് അല്ല, ഒരു ഫാമിലി എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ. ഫാമിലി എന്ന് പറയുമ്പോ ആദ്യം വരുന്ന ഹണിമൂൺ ആണല്ലോ. കറക്റ്റാ ശ്രീവിദ്യ പറയല്. ചേച്ചി മണി അടിക്കണോ അതോ നമുക്ക് സ്കിറ്റിലേക്ക് പോകണം? എന്താ വേണ്ടേ? മണി അടിക്കാനുള്ള ഒരു സംഭവം വന്നിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടേ. വേണം. ഇലക്ഷൻ റിസൾട്ട് അതിനെപ്പറ്റി അറിഞ്ഞാലോ? അതെ, ഇലക്ഷന്റെ ചൂടോടെ നിൽക്കുവല്ലേ? എന്നാ ചൂടോടെ സ്കിറ്റ് പിടിച്ചോ. യെസ്. നമസ്കാരം, ഞാൻ ആഷിഖ്. നമസ്കാരം, ഞാൻ ജയ പാർവതി. ജനവിധി 2026 സ്വാഗതം. എന്താണ് ജനവിധി? ജനങ്ങൾ വിധിക്കുന്ന വിധിയാണോ ജനവിധി, അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ രാഷ്ട്രീയക്കാർ വിധിക്കുന്ന മുൻവിധിയാണോ ജനവിധി? എന്തായാലും ഒരു കഥ പറയാം. ഒരു കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ടു. സ്വന്തം മുട്ടയാണെന്ന് വിശ്വസിച്ച് കാക്ക അടയിരുന്നു. മുട്ട വിരിഞ്ഞു. കുയിൽ പുറത്തിറങ്ങി കാക്കയെ തിരിഞ്ഞു നോക്കാതെ പറന്നുപോയി. ഇതാണോ രാഷ്ട്രീയം? ഇതല്ല രാഷ്ട്രീയം എന്ന് തെളിയിക്കുകയാണ് ഏഴംകുളം പഞ്ചായത്തിലെ ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും. ആശയപരമായി അവർ എതിരാണെങ്കിലും ഇവിടെ ഒറ്റക്കെട്ടായി ഒരു കിടക്കീഴിൽ ഒരു സോഫക്കരികിൽ അവർ ഒരുമിച്ചിരിക്കുന്നു. ഇതല്ല യഥാർത്ഥ രാഷ്ട്രീയം, ഇതല്ലേ ജനാധിപത്യം. അപ്പോ ഇന്നത്തെ ജനവിധിയിൽ നമ്മളുമായി സംവദിക്കാൻ എത്തിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ 2 പുലിക്കുട്ടികൾ, 2 പാർട്ടിയിലെ ഗർജിക്കുന്ന സിംഹങ്ങൾ, കൗശലക്കാരായ 2 കുറുക്കന്മാർ. എന്താ മൃഗശാലയോ? സോറി. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായ CPR, കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു തല തൊട്ടപ്പനായ VCR. ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ആര് പറഞ്ഞു? അതൊക്കെ മാറി, ഇപ്പം പെൻഡ്രൈവ് ഒക്കെ ആയി. ഹലോ, VC രാമകൃഷ്ണൻ. അതാണ്. അങ്ങനെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇലക്ഷൻ റിസൾട്ട് വരാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും സജ്ജമായി കഴിഞ്ഞു. ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞു. ചായ കുടിക്കാൻ പോലും നിങ്ങൾ ആരും പോകരുത്. ഞങ്ങളുടെ ചാനലിന് മുമ്പിൽ തന്നെ നിൽക്കണം. ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം. റേറ്റിംഗ് പിടിച്ചെടുക്കണം. ഞങ്ങളാണ് മുമ്പിൽ. അപ്പോൾ നമുക്ക് തുടങ്ങി വെക്കാം. സാർ, റിസൾട്ട് അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. എന്താണ്, എങ്ങനെയാണ്, എത്ര സീറ്റ് നിങ്ങളുടെ പാർട്ടി പിടിക്കും? CPR സാർ പറയൂ.
അല്ല അത് പ്രത്യേകിച്ച് നമ്മളിപ്പോ ആ വിജയലക്ഷ്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ. അതിനിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. 150 സീറ്റ് പിടിക്കും എന്നുള്ളതാണ്. 180. 180 അതെ സീറ്റുകൾ നിങ്ങൾ പിടിക്കുമെന്നാണ് അല്ല പ്രതീക്ഷ. അത് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിടിച്ചു അത്. സാർ CPR പറയുന്നത് 180 സീറ്റുകൾ പിടിക്കുമെന്നാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എത്ര സീറ്റുകൾക്ക് പ്രതീക്ഷയുണ്ട്? പെട്ടി പൊട്ടിക്കാതെ നമുക്ക് പറയാവുന്ന കേസുള്ളൂ. പറയൂ. അവരെക്കാൾ 10 സീറ്റ് കൂടുതൽ എന്റെ പാർട്ടിക്ക് ഉണ്ടാകും. 190. 109. അതെ 190. അതെ. അതിന് കേരളത്തിലാകെ 140 മണ്ഡലങ്ങളല്ലേ ഉള്ളൂ. ബാക്കി സീറ്റൊക്കെ നിങ്ങൾ എവിടെ പോയി പിടിച്ചെടുക്കാനാ? അത് ബാക്കി ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചെങ്കിലും മേടിക്കും. പിന്നെ ഈ സൈക്കിളിന്റെയും സ്കൂട്ടറിന്റെ ഒക്കെ സീറ്റ് വലിച്ചു കീറി എടുക്കും. അല്ല ആഷിഖ്, എന്താ സാറേ എന്താ എന്നെ വിളിച്ചത്? തുമ്മിയതാ. ആഷിഖ്, നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ട് നിർത്തിയേക്കണം. അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ അഡീഷണൽ കൈ നിന്നിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം. എന്ത് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ 150 സീറ്റ് കിട്ടും. അപ്പൊ അതിലങ്ങ് സാർ ഈ 150 സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ നല്ല വാഗ്ദാനങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിപ്പം എന്റെ മണ്ഡലത്തിലെ കാര്യം ഞാൻ അക്കമിട്ട് പറഞ്ഞുതരാം. എന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ, ജയിപ്പിച്ച നിയമസഭയിലേക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അമ്മ ബംഗാമാർക്ക് പുറത്തിറങ്ങി നടക്കാം. അത് തന്നെയല്ല, അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മോഷണം, പിടിച്ചുപറി, കൊലപാതകം, അക്രമം, പീഡനം, കുളിസി നോക്കൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാക്കാണ്. പിന്നെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നമുക്ക് വോട്ട് ചെയ്യും. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? ചിഹ്നം സാരിയാണ്. അല്ല അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇല്ല. ആ പാർട്ടിയുടെ സ്വഭാവം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്താ അല്ല സാർ, എന്താ സാർ എന്താ എന്നെ വിളിക്കുന്നത്? വിളിച്ചാലോ സാറ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്. സാറിന്റെ പാലാങ്കര മണ്ഡലത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി CPR സ്ഥാനാർത്ഥി 135 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ മുന്നിലാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ അതിന്റെ ആവശ്യമില്ല. പോസ്റ്റ് വോട്ടിടണം. താഴെ കസേരയോ സോഫ സെറ്റ് എണ്ണിക്കൂടെ? പോസ്റ്റിലിരുന്നല്ല വോട്ട് എണ്ണുന്നത്. അതായത് തപാൽ വോട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. തപാൽ 135 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ മുന്നിലാണ്. 135 വോട്ടുകൾക്ക് മുന്നിലാണ്. അതെ കള്ള വോട്ട് ചെയ്തല്ലേ? ആളെ തള്ള വോട്ട് ചെയ്യും. പിന്നെ തള്ള വോട്ട് ചെയ്യാതെ വോട്ട് കിട്ടുമോ? കള്ളവോട്ടല്ല, കള്ളവോട്ട് ചെയ്തിട്ട് അത്രയും ഇത്തിയാക്കണത്. അല്ല ഞാൻ ചോദിക്കണത് അല്ലല്ല എന്താണ് സാർ എന്താണ് എന്നെ വിളിച്ചത്? ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് സംസാരിക്കാൻ എനിക്ക് നിങ്ങൾ സമയം തന്നിട്ടുണ്ട്. അല്ലല്ല, അവസരം കിട്ടിയ എനിക്ക് നിങ്ങൾ സമയം തന്നിട്ടുണ്ട്. കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. എന്റെ സമയം വിലപ്പെട്ടതാണ്. കള്ളവോട്ടിനെ കുറിച്ച് പറയൂ. നിങ്ങൾ മിണ്ടരുത്. ഞാൻ അക്കമിട്ട് നിരത്തി വെച്ച് തരാം അതിന്റെ തെളിവുകൾ. ഞാൻ പറയാം, നിങ്ങൾ സംസാരിക്കരുത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പശുക്കൾക്ക് പാല് കുറയുന്ന ആ കാരണം പശുക്കളുടെ പാലല്ല, കള്ള വോട്ട് ചെയ്തത് എന്താണ് അതിനെ കുറിച്ച് പറയൂ. ഞാൻ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ പറയാം. അപ്പൊ ആനയുടെ കറുപ്പ് നിറം. സാർ ഇത് പറയൂ സാർ, കള്ള വോട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ചെയ്തില്ലേ? നിങ്ങളുടെ മണ്ഡലത്തിൽ വ്യക്തമാക്കൂ. അഷിക്ക് ഞാൻ ഓരോന്ന് പറഞ്ഞു വരികയല്ല. അതിനെ ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട കാര്യമുണ്ടോ? പറയൂ. ഞാൻ അതിന്റെ കാരണങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളനുണ്ട്. ഇപ്പൊ എന്റെ മണ്ഡലത്തില് ഒരു കള്ളനുണ്ട്. അവന് ഒരു ചെറിയ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അവന് വോട്ട് അവകാശം നിഷേധിക്കാൻ പറ്റുമോ? അതൊരു ഇന്ത്യൻ പൗരന്റെ അവകാശം. അപ്പൊ അവൻ വോട്ട് ചെയ്തപ്പോൾ അത് ആരും എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. എന്ത് കള്ള വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. കള്ളൻ വോട്ട് ചെയ്താൽ അത് കള്ള വോട്ടാവൂ? നിറച്ച് കള്ളവോട്ടാണ് എല്ലാരും ചെയ്തത്. എത്ര കൃത്രിമ ആധാർ കാർഡ് നിങ്ങൾ ഉണ്ടാക്കി. മൊത്തം കള്ളവോട്ട് എടുത്തിട്ട് കള്ളന്റെ പേരിലാക്കണ വോട്ട്. അല്ല നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം മാറും? സാർ അവിടെ പോയി സാർ പ്ലീസ്, ഇത് പ്രേക്ഷകർ കാണുന്നതാണ് സാർ. പ്ലീസ് സംയമനം പാലിക്കൂ.
വിജയ എങ്ങനെയാണ് കാര്യം? പ്രേക്ഷകരുടെ പ്രതികരണമൊക്കെ ആ വന്നു. പ്രേക്ഷകരുടെ പ്രതികരണം എനിക്ക് വന്നിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്നൊരു സുകുമാരൻ, നിനക്കൊക്കെ വേറെ പണിക്ക് പോയിക്കോ, എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? എടാ എനിക്ക് പണിയുണ്ട്, ഞാൻ എന്റെ പണിയാണ് എടുക്കുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ കോട്ടിട്ട് ഇവിടെ നിൽക്കുന്നത്. നീ വെറുതെ ചുമ്മാ ഫോണിൽ നോക്കിക്കാതെ നീ നിന്റെ പണിക്ക് പോടാവേ. എന്റെ ഇല്ല പോട്ടെ, ബാക്കി പറ. സാർ എനിക്കൊരു പ്രേക്ഷകരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ജയ ചേച്ചി ഭയങ്കര സുന്ദരിയാണ്, താങ്ക് യു. ജയ ചേച്ചിക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ട്, വാക്ചാതുര്യമുണ്ട്. ഇന്ന് രാവിലെ എന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി 500 രൂപ വൈകിട്ട് തിരിച്ചു വച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഹസ്ബൻഡിന്റെ മെസ്സേജായിരുന്നു. അപ്പൊ പിന്നെ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഇട്ടോ? അങ്ങനെയൊക്കെ പുകഴ്ത്തിയാലേ ഞാൻ അദ്ദേഹത്തിന്റെ SMS നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അതെ, ഓക്കേ, ഓക്കേ, ഓക്കേ. നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിയണം. തിരിച്ചു വരാം, പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി അറിയണം. ഇവര് വൃദ്ധയായ ഒരു വോട്ടർക്ക് കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇവരെ പാർട്ടിക്കാർ. അതിനെ കുറിച്ച് പ്രതികരിക്കണം സാർ. സാർ അതിന്റെ വീഡിയോ വൈറലാണ്, അതെ, സാർ. സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അല്ല അതെന്താ ചെറിയ പ്രശ്നം. ഉത്തരമുട്ടി എന്താണ് അങ്ങനെ പറയാൻ? സൗണ്ട് മാറിയപ്പോ അല്ല അത് വേറെ വേറെ അല്ല സാർ. സാർ പ്രതികരിക്കും സാർ. എന്താണ് വോട്ട് പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് വ്യക്തമാക്കും സാർ. ആർക്ക് പൈസ കൊടുത്തു എന്നാണ് ഞാന് നിങ്ങൾ വൃത്തിയായ ഒരു സ്ത്രീക്ക് പൈസ കൊടുത്തു. ശരിയാണ്. അതിന്റെ വീഡിയോ ഇവിടെ വൈറലാണ്. സുഹൃത്തെ നിഷേധിക്കുന്നില്ല. പറയൂ. എനിക്ക് നിങ്ങൾ സമയം തന്നെ. സംസാരിക്കും. ഞാൻ അക്കൗണ്ട് ഞാനല്ല പറയാം. സമയം തന്നെ. ഒന്ന് പിന്നെ വൃത്തിയായ സ്ത്രീ, എന്റെ അമ്മ വൃത്തിയായ ഒരു സ്ത്രീയാണ്. അവർക്ക് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുത്തു. അതങ്ങനെ സ്വന്തം അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുത്താൽ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് തെളിവുണ്ട്. എനിക്ക് തെളിവുണ്ട്. അമ്മയ്ക്ക് പൈസ കൊടുത്താണ് തെളിവുണ്ട്. ജവാൻ ഫുൾ റം. ഇത് ബീവറേജിലെ ബില്ലാണ്. അപ്പൊ അതിനെ നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് ആക്ഷേപിക്കരുത്. ഞാനൊരു കാര്യം പറയാം. കമലാക്ഷി അമ്മയല്ലേ നിങ്ങളുടെ അമ്മ? അതെ. നിങ്ങൾ പൈസ കൊടുത്തത് സരോജിനി അമ്മക്കല്ലേ? ആണെങ്കിൽ ഒരാൾക്ക് 2 അമ്മ ഉണ്ടാവോ? എന്റെ അമ്മ സയാമി അമ്മയാണ്. 2 അച്ഛനുണ്ടാവുന്ന കേട്ടിട്ടില്ലേ? 2 അമ്മയാണ് നിങ്ങൾ ആദ്യമായിട്ടാ? അല്ലല്ല, നിങ്ങള് എന്താണ് സാർ? എന്താണ്? തുമ്മാനും പറ്റില്ല. എന്തൊരു കഷ്ടമാണ്. അച്ഛന് പറഞ്ഞതല്ല. പറയരുത്. സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾ രാഷ്ട്രീയക്കാരൻ. എനിക്കൊരു കാര്യം കിട്ടി, ഞാൻ അതേ കയറി പിടിക്കാം. പിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഈ ലോകത്തിലെ എല്ലാ സംഭവം അച്ഛന് പറയും. നമുക്കൊരു ബ്രേക്ക് പോകാം. ഷോർട്ട് ബ്രേക്ക്. എന്നാണ് കാര്യത്തിനൊക്കെ അച്ഛൻ നമ്മൾ ഇന്നലെ ഷെയർ ബില്ലൊക്കെ എടുത്ത് കൊടുക്കുന്ന വല്ല കാര്യം പരാജയങ്ങളാണ് ഇവര്. 10 പൈസക്ക് വിവരമില്ല, വാ വിളിച്ച പണ്ടത്തരോട് പറഞ്ഞത്. അന്ന് അതിൽ തൊട്ട് മാറുകയുമില്ല. ഇതെങ്ങനെയാണ് പറഞ്ഞോ സാർ? നമുക്ക് മുന്നോട്ട് പോകാം സാർ. ബ്രേക്ക് കഴിഞ്ഞു. അല്ല ഞാൻ പറയട്ടെ, എനിക്ക് ഇതിന് സമയം തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പോരെ നിങ്ങൾ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് സമയം തരുന്നില്ല, അവസരം തരുന്നില്ലെങ്കിൽ ഇവരത് പറയാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ൂണായിട്ട് ഇറങ്ങിപ്പോയിട്ട് ഒരു പെണ്ണ് തൊട്ടപ്പോ ഞാൻ പൂച്ചയെ പോലെ വന്ന് നിൽക്കുന്നു. നാണം ഉണ്ടോടോ നിങ്ങൾക്ക്? അത് വേറെ കാര്യമുണ്ട്. പറ. ഇന്ന് വനിതാ ദിനാണ്. വനിതകൾ പറയണത് അംഗീകരിക്കണം. ആണോ? അയ്യോ, കാണിക്കണം. അത് അറിഞ്ഞില്ല. എന്ത് വനിതാ ദിനാണെന്ന്? വേണമെങ്കിൽ തൊട്ടോടാ, അത് മതി. പറ. അപ്പൊ സാറേ, വീണ്ടും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സാറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പാലാങ്കര മണ്ഡലത്തിൽ നിന്നും 56% വോട്ടുകൾ വോട്ടെണ്ണൽ പൂർത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ സാറിന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 2ാം സ്ഥാനത്തേക്കല്ല, 3ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് സാറിന് പറയാനുള്ളത്? അല്ല, അതിന് കാരണം ഉണ്ടാവും. നമ്മളിപ്പോ ചെറിയൊരു ഇതല്ലേ വന്നിട്ടുള്ളൂ. അതെ, അതിന്റെ വിശദീകരണങ്ങൾ വിശദീകരിക്കണം, ജനങ്ങളോട് വിശദീകരിക്കണം. ഞാൻ അക്കമിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാനഡയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. മറ്റുള്ള രാജ്യത്ത് നിന്ന് അവിടെ ചെന്ന് കുട്ടികൾ പഠിക്കുന്നു. അത് ഇവിടുത്തെ ഒരു കാരണമാണ്. പിന്നെ ആഫ്രിക്കൻ കാടുകളിൽ ആനകളില്ല. അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഓസ്ട്രേലിയയിൽ കങ്കാരുക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതൊരു മനസ്സിലായോ? ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണു. അതൊരു പ്രശ്നം. സാർ, ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ടായാൽ സാർ നിങ്ങളുടെ പാർട്ടിക്ക് എങ്ങനെയാണ് വോട്ട് കുറയുന്നത്? ഹീറ്റ് അടിക്കൂലോ, ചൂടല്ലേ, ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. എന്തുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല? നിർജ്ജലീകരണം ഉണ്ടാവും. നിർജ്ജലീകരണോ? ഇയാള് കിടന്ന് ഉരുളയാണെന്നേ. പിന്നെ തോറ്റ് പോകുന്ന ഘട്ടം വന്നപ്പോ ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? അമേരിക്ക, ഓസോൺ പാളി. നിന്റെ പാർട്ടിയിൽ അങ്ങനെ എന്തോരോ കള്ളത്തരങ്ങൾ സ്വയം നശിക്കാൻ വേണ്ടി പോസ്റ്റർ എഴുതി വെച്ചവരായിരുന്നു. തട്ടിപ്പ് പറയുന്നത് ശരിയാണ്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ നാട് കുട്ടിച്ചോറാക്കുന്നു നിങ്ങൾ പോസ്റ്റർ എഴുതി വെച്ചു, ബാനർ എഴുതി വെച്ചു. അത് ശരിയല്ലേ?
അത് ശരിയാണ്, പക്ഷെ അത് അങ്ങനെയല്ല. ആ. കാരണം എന്റെ സ്ഥാനാർത്ഥിയാണ് കുട്ടി. ആ. നാട് കുട്ടി ജോറാക്കും എന്നാണ് എഴുതേണ്ടത്. പക്ഷേ എഴുതി വന്നപ്പോ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. നാട് കുട്ടിച്ചോറാക്കുന്നായി പോയി. അതിന് ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു ചെറിയ അല്ല സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു പെൺകുട്ടി കയ്യിൽ മുറിവുമായിട്ട് വന്നു, അതായത് സ്റ്റിച്ചുമായിട്ട് വന്നു. അവരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. മാത്രമല്ല പോളിംഗ് ബൂത്തിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. അത് ശരിയാണോ? ഇതോ അത് മറ്റൊന്നും കൊണ്ടല്ല, കള്ളവോട്ട് ചെയ്യുമെന്ന് ആ കുട്ടി എങ്ങനെയാണ് സാർ കള്ളവോട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താണ് വല്ല മുൻപരിചയമുണ്ടോ കള്ളവോട്ട് ചെയ്യുന്നത്? ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ 10 വരലും തുണി കെട്ടിയിട്ട് ഒരാള് കള്ളവോട്ട് ചെയ്യാൻ വന്ന്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാറില്ലേ? വാതൊന്നും ചോദിക്കട്ടെ. ചോദിച്ചിട്ട് അയാളൊന്നും പറഞ്ഞില്ല. അയാൾ നാക്കിലും തുണി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അവന്റെ അണ്ണാക്കി കൂടെ കുത്തി കയറ്റി പോയി തൂടി. നിർത്താം. 90% വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിൽ 2 പാർട്ടികളും സമാസമം തുല്യമായി സീറ്റുകൾ പങ്കുവെച്ചതൊക്കെയാണ്. ഇനി ഒരിടത്ത് മാത്രമേ ഫലം പ്രഖ്യാപിക്കാനുള്ളൂ. സർ, അവിടുത്തെ വോട്ടെണ്ണൽ കഴിഞ്ഞു, പൂർത്തിയായി കഴിഞ്ഞു. പറഞ്ഞോ. സിപിആറിന്റെ സ്ഥാനാർത്ഥി 108 വോട്ടുകൾക്ക് 108 വോട്ടുകൾക്ക് സിപിആറിന്റെ സ്ഥാനാർത്ഥി 108 വോട്ടുകൾക്ക് തോറ്റിരിക്കുന്നു. 108 വോട്ടുകൾക്ക് 108 108 വോട്ടുകൾക്ക് സിപിആറിന്റെ എവിടെ? അയ്യോ CPR എന്ന് വിളിച്ചാ പോരാ, പുള്ളിക്ക് CPR കൊടുക്കണം. ഇപ്പോഴാണ് പുള്ളിയുടെ പേര് കറക്റ്റ് ആയത്, CPR. ആരാ 108 വിളിച്ചേ? ആംബുലൻസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പെട്ടെന്ന് വാ. അയ്യോ, 108 വിളിച്ചതല്ല, പിന്നെ ഞങ്ങളൊരു നമ്പർ പറഞ്ഞതാണ് 108 എന്ന്. എന്തോ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനെ കൊണ്ട് സമയത്ത്. അല്ല ചേട്ടാ, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ഇനി കാലിക്ക് തിരിച്ചു പോകണ്ട. പോകുമ്പോ ദേ ഈ സാധനത്തിനെ കൂടി കൊണ്ടുപോയിക്കോ. അങ്ങനെ ഇലക്ഷൻ ചൂടൊക്കെ കഴിഞ്ഞ് നമ്മൾ വാശിയേറിയ മത്സരത്തിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. മത്സരം എന്താന്നുള്ളത് പറയണ്ടല്ലോ. കിറ്റിന്റെ മത്സരമാണ്. തെക്കേ കര ഇറക്കുന്നോ വടക്കേ കര ഇറക്കുന്നോ? നീ അങ്ങ് ഒരു ഇറക്കിട്ടിങ് വാ. നമുക്ക് അടുത്ത മതി. ലേറ്റസ്റ്റ് എന്താണെന്നറിയോ, ആദ്യം ചെറുത് കൊടുത്തിട്ട് വലുത് കൊടുക്കും, അതാ നല്ലത്. അതാണ് എല്ലാരും വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിരിക്കാൻ റെഡി ആയിക്കോ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോ. കാരണം ചിലപ്പോൾ ചിരിച്ച് നിങ്ങൾ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു കിണ്ണം കച്ച സാധനമാണ് ഞങ്ങൾ ഇറക്കാൻ പോകുന്നത്. ആകെയിൽ ബാക്കി പറഞ്ഞു കൊടുക്കൂ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും, അതെ, അതുപോലെ ചിലർ വരുമ്പോൾ ചിരിച്ചു പറയും. കാര്യമില്ല, ഇറക്കുന്ന നിങ്ങളല്ലേ. എന്തോ ഇറക്കുന്ന പേരുകൾ പറഞ്ഞു ഞെട്ടിക്കടാ. പേര് പറയുമ്പോ നിങ്ങൾ ഓക്കെ ആവുമല്ലോ. രഞ്ജിത്ത് മാമൻ, രഞ്ജിഷ് കല്ലാമം, നിമിഷ കോഴിക്കോട്. ഒരു മിനിറ്റ് സൈലന്റ് ആവോ ചേച്ചി? ഈ ബ്രിത്ത് എടുക്കുമ്പോ ആ ബാറ്ററി ഒക്കെ ഓണാക്കിക്കേ. ഓണായല്ലോ. രഞ്ജിത്ത് ചേട്ടൻ, രജീഷ് ചേട്ടൻ ആൻഡ് നിമിഷ. ഉസു ദിവാകരൻ, ഇതെന്റെ പ്രിയപ്പെട്ട ഉസു പാക്ക്, ഇത് അവളുടെ കാമുകൻ ഗിൽബർട്ട്. ഇവർ രണ്ടുപേരുടെയും വിവാഹം ഞാൻ റിസ്ക് എടുത്ത് ഇവിടെ വെച്ചങ്ങ് നടത്തി കൊടുക്കും. പോ എവിടെയെങ്കിലും പോയി സുഖിക്കണടാ. ഇതെന്താടാ തുണിയില്ലാതെ വോളിബോൾ കളിക്കുന്നു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ, ഒരു കാമുകനെയും ഒളിച്ചോടാൻ സഹായിക്കുമ്പോ ഒരു കയ്യിൽ കാമുകനും മറ്റേ കയ്യിൽ കാമുകയും ഉണ്ടോന്ന് ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? തിരിഞ്ഞു നോക്കിയായിരുന്നു. എന്നിട്ട് എന്റെ ഈ ഹിപ്പി മുടി കാരണം പുറകിലോട്ടൊന്നും കണ്ടുകൂടെയായിരുന്നു. അപ്പൊ അവളില്ലേ? അവളില്ല. എന്നിട്ട് നിനക്ക് വാതുറന്ന് പറഞ്ഞുകൂടെയായിരുന്നു. എടാ, ഊട്ടിയിലെ കുതിര തലയാ. ഞാൻ എങ്ങനെ വാതുറന്ന് പറയും? നീ എന്നെ വലിച്ചഴച്ചോണ്ടല്ലേ വന്നത്. അപ്പോൾ എന്റെ ഈ ചിരിക്കുന്നിടം നിന്റെ ഇരിക്കുന്നിടത്ത് ഇടിച്ചിരിക്കുകയല്ലേ? പിന്നെ എങ്ങനെ ഞാൻ വാതുറക്കും? ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പറയും. ഇതെന്താ ചലിക്കുന്ന കരിങ്കല്ല? അതെന്താണ് അങ്ങനെ വർത്തമാനം? ഇവിടെ ഇടിച്ചിട്ട് എന്റെ താടിയല്ലേ പൊട്ടി. ഈശ്വര, എന്റെ പാക്ക് എവിടെ? പറഞ്ഞ കേട്ടോ, പാക്കെന്ന്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ കാമുകിയുടെ പേരാണ് പങ്കജാക്ഷി. അതിനെയാണ് അവൻ പാക്കെന്ന് വിളിക്കുന്നത്. നമ്മൾ ഉസുമാരെല്ലാം അങ്ങനെയാണ്. ഉസുവോ? അതെന്താടാ? ഉറ്റ സുഹൃത്ത്. കമലാക്ഷിയെ നമ്മൾ കമു എന്ന് വിളിക്കും, പങ്കജാക്ഷിയെ പക്കു എന്ന് വിളിക്കും, ധനലാക്ഷിയെ ധനു എന്ന് വിളിക്കും. എന്നാൽ പാരിജാതത്തെ എന്ത് വിളിക്കും? പാരിജാതത്തെ വിളിക്കടാ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ രണ്ടുപേരുടെ സ്നേഹത്തിന് കുട പിടിച്ചവനാണ് ഞാൻ. നിങ്ങളെ ചേർത്ത് വെക്കാൻ ഞാൻ എന്തുമാത്രം റിസ്ക് എടുത്തെന്നറിയൂ. റിസ്ക് എടുത്തിട്ട് എന്റെ കാമുകി എന്റെ പങ്കജാക്ഷി എവിടാ?
ഈശ്വര എന്റെ പാക്ക് എവിടെ? പാക്ക് പാക്ക്. നീ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ ഉലാത്തുന്നത്? ബെൽബോട്ടം പാന്റ് ആട്ടുമ്പോൾ നല്ല കാറ്റ്. അതൊക്കെയാണ് നല്ലത്. ഈ മുണ്ടിട്ട് ഇങ്ങനെ ആട്ടാനാണ് നല്ല കാറ്റ് കയറുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്നാൽ കൊടുങ്കാറ്റ് വരെ ചമ്മിപ്പോ. നീ ഇവിടെ ചമ്മിച്ചോണ്ട് നിന്നോ? എവിടെയാണ് എന്റെ പാക്ക്? എവിടെടാ എന്റെ പങ്കടാച്ചി? കൂട്ടുകാരാ, എടാ കാട്ടുകോഴി, നിന്നെ ആരോ കൂട്ടിക്കേറാൻ വിളിക്കുന്നു. കൂട്ടിക്കാരാനല്ല, എന്റെ പാക്ക്. പാക്ക് എന്റെ പങ്കടാച്ചി. എന്റെ കൂട്ടുകാരാ, എന്നെ അവിടെ തനിച്ചാക്കി നീങ്ങി പോന്നുവല്ലേ? പങ്കജാച്ചി, അങ്ങനെ ഞാൻ പോരോ? എനിക്കൊരു അബദ്ധം പറ്റിയല്ലേ, ക്ഷമിക്കൂ. പങ്കജാച്ചി, എനിക്കറിയാം എന്റെ ഉസു എന്നെ തനിച്ചാക്കി പോവില്ലെന്നറിയാം. പങ്കജാച്ചി, എനിക്ക് അത്രക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ? എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇവൻ എന്തിന്റെ കിതപ്പാണ്? എടാ അവന്റെ കാമുകയല്ലേ, എനിക്കൊന്ന് കാണാനെങ്കിലും താടാ. നീ എന്ത് മർത്താനമാണ് ഈ പറയുന്നത്? എന്താണ്? നമ്മൾ ഉപേക്ഷിച്ച് പോന്നത് കൊണ്ട് അവൾ ആകെ ടെൻഷനിലാണ്. പാണിക്ക് അറ്റാക്ക് വരെ വരാം. നാളൊന്ന് കൂളാക്കട്ടെ. ശരി, കൂളാക്ക്. പാക്കേ, ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ ആണോ? കൂളാവൂ. അമ്മേ, കൂള്. അയ്യോ ഏ, അമ്മേ. കൂളാക്കുന്നെന്ന് പറഞ്ഞിട്ട് അവള് ഹോട്ടാകുകയാണെന്ന്. Shut up your mouth. അല്ലെങ്കിലും അങ്ങനെയാണ്. തല്ലുകൊള്ളാം പ്രവർത്തകരും മത്സരിക്കാൻ സെലിബ്രേറ്റുകളും. പ്രിയതമാ, അവൻ സത്തോ? ബെൽബോട്ടൻ പാൻറിട്ട് കാറ്റുകൊള്ളുകയാണ്. കാറ്റുകൊണ്ട് അവന്റെ കാറ്റ് പോട്ടെ. എന്റെ പ്രിയതമ പങ്കജാച്ചി പറ. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കൂ പങ്കജാച്ചി. വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിക്നിക്കിന് പോകുന്നത് എങ്ങോട്ടാണ്? എന്റെ പങ്കജാച്ചി, നമ്മൾ ആദ്യമായി പോകുന്നത് മൂന്നാർ. എനിക്ക് വായുണ്ടാ പറയാൻ. പങ്കജാച്ചി പറയിൻ. മൂന്നാറ് ഭയങ്കര മഞ്ഞും മഴയുമാണ്. നിന്റെ വായിലെ നാക്കിൽ ഞാൻ റബ്ബർ ബാൻഡ് ചുറ്റി. പറയിൻ. പങ്കജാച്ചി, നമുക്ക് മൂന്നാറ് പോയിട്ട് അവിടെ കിടന്ന് ഉരുളണം. എടാ നിന്റെ വായിൽ ഞാൻ ഒരു ലോഡ് മണ്ണ് വാരിയിടും. എന്റെ കാമുകയല്ലേ, എനിക്കറിഞ്ഞൂടെ വാ തുറന്നു പറയാൻ. നിങ്ങൾക്ക് മൂന്നാർ പോവാൻ 3 ടിക്കറ്റ് വരെ ഞാൻ എടുത്തു. എന്തിനാണ് 3 ടിക്കറ്റ്? അപ്പൊ നീ വരണില്ലേ? ഞാനും എവളുമേ പോകുന്നുള്ളൂ, നീ വരുന്നില്ല. നിർത്തിൻ. എന്റെ ഉസു ഇല്ലാതെ ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നിന്റെ കൂസു കൂസു കൂസു. എടാ ഇനി മേൽ നിന്റെ കൂസു ഇവിടെ കണ്ടുപോകരുത്. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നമ്മൾ പറഞ്ഞാ നിൽക്കുന്നതല്ലല്ലോ. ഉസു. അല്ല ഉസു, ഉറ്റ സുഹൃത്ത്. അവൾ എന്റെ ഉറ്റ സുഹൃത്താണ്. എനിക്ക് എപ്പോഴും പാക്ക് അടുത്ത് വേണം. എന്റെ ചുറ്റും പാക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. നിന്റെ ചുറ്റും പാക്ക് കൊണ്ട് നടക്കാൻ നീ എന്താടാ മുറുക്കാൻ കടയാണോ? കാമടി കേട്ടിട്ട് എന്താ ചിരിക്കാത്തത്? ചിരിക്കണടി. നാലെന്തിന് ചിരിക്കണം? ഇത് പഴയകാല കാമഡിയല്ലേ? നമ്മൾ കളിക്കുന്നത് പഴയ കാലഘട്ടമല്ലേ, അതുകൊണ്ട് നൈസായിട്ടങ്ങ് പൊയ്ക്കോ. 10 പൈസ വാങ്ങിക്കാൻ അവള് സമ്മതിക്കൂല. എടീ, ഞാനൊരു കാര്യം പറയാം. ഇനി നീ എവന്റെ കൂടെ കിടന്ന് കറങ്ങിയാൽ നിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കുമടി. കൂട്ടുകാരോ, താൻ എന്തൊരു മനസ്സനാണ്. എന്താ? താനൊരു മൃഗമാണ്. എന്താ? ഇത്രയും സുന്ദരിയായ ഒരു സൽസ്വഭാവിയായ പെണ്ണിനെ വേണ്ടെന്നു. വേണ്ട. നിനക്കറിയോ, ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് രാത്രിയായാൽ നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് പ്രേമലേഖനം എഴുതും. പക്ഷെ എന്റെ പാക്ക് അങ്ങനെയല്ല. അവൾ രാത്രിയായാൽ പേപ്പറും പേനയും കൈകൊണ്ട് തൊടില്ല. അത് നിനക്കെങ്ങനെ അറിയാമടാ? ഞാനല്ലേ രാത്രി മൊത്തം അവളോടെ. എന്തിന്? അവക്ക് സൈക്കിൾ സവാരി ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ. അപ്പൊ അവളെയും കൊണ്ട് ഞാൻ നാട് കറങ്ങാൻ സൈക്കിളിൽ പോകും. ആറ് നിക്കടാ. എന്റെ പങ്കജം, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് സൈക്കിളുണ്ട്. നിനക്ക് സൈക്കിൾ സവാരി ചെയ്യണമെങ്കിൽ ഞാൻ നിന്റെ സൈക്കിളിൽ കൊണ്ടുപോകില്ലേ? ഗിൽബർട്ടിന്റെ സൈക്കിളിന്റെ കാരിയർ താഴ്ന്നിട്ടല്ലേ ഇറക്കുന്നത്. എന്നാൽ ദിവാകരന്റെ സൈക്കിളിന്റെ കാരിയർ ഇങ്ങനെ
പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഈശ്വര, ഈ ഗിൽബർട്ടിന്റെ കാരിയർ താഴ്ന്നാണ് ഇരിക്കുന്നത്, ഈ ദിവാകരന്റെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ഞാനാണ് ഇലക്ഷന് മത്സരിക്കാൻ എടീ, ഇനി നീ അവന്റെ കൂടെ കിടന്ന് കറങ്ങിയാൽ നിന്റെ കാലിനെയും കൈനെയും ഞാൻ അടിച്ചൊടിക്കും. ഡൗണ് ശരിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കാമുകിമാരുടെ സഹോദരന്മാരെ പേടിച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെയല്ല, കാമുകിമാരുടെ ഉസുക്കളെ പേടിക്കണം. പേടിക്കണം. നീ ഉസു അല്ലടാ, പിന്നെ നീയാണ് തൊഴുത്തിൽ കെട്ടിയ പാട്ടി. അതെന്താണ് അങ്ങനെ ഒരു വർത്തമാനം? പാട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ബെസ്റ്റ് ഉദാഹരണം. ബെസ്റ്റ് അല്ലടാ, ബെസ്റ്റി. എനിക്കെന്റെ പങ്കജാക്ഷിയെ കിട്ടാത്തത് കൊണ്ട് ഞാൻ നിന്നെ മനസ്സറിഞ്ഞ് ശപിക്കുന്നടാ. വരും കാലങ്ങളിലെ കാമുകിയുടെയും കാമുകന്റെയും ഇടയിൽ കിടന്ന് വരവുന്നവന്മാരെ ബെസ്റ്റി എന്നറിയപ്പെടുമടാ. ബെസ്റ്റി. ഞാൻ ബെസ്റ്റിയോ? ഈ ബെസ്റ്റി. ഞാൻ ബെസ്റ്റി. പാക്ക് എന്നെ ബെസ്റ്റി എന്ന് വിളിക്കൂ. ബെസ്റ്റി? അരെ ബഹുവാ പഞ്ചവർണ്ണ തത്ത പോലെ. അപ്പനെ വിളിക്കാൻ തോന്നുമ്പോഴാണ് നിന്റെയൊക്കെ ഒപ്പന കളി. ഇനി ഞാനൊരു തീരുമാനമെടുത്തു. എന്ത്? എന്റെ ജീവിതത്തിൽ ഞാനിനി പ്രേമിക്കില്ല. ബാലരാമപുരം ഗിൽബർട്ട് ഒപ്പ്. നല്ല തീരുമാനം. പറയണം മിസ്റ്റർ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ മാമന്റെയും പിള്ളേരുടെ സ്കിറ്റ്? നിങ്ങളുടേതാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു. എടി ചിരിക്ക് ദാരിദ്ര്യം കാണിക്കാടി. അവിടെ ഞാൻ ചിരി കൊടുത്തു. ഇവളെ ഞാൻ നോക്കിയപ്പോ ചിരി വന്നിട്ടേ അയ്യോ ഇത് അവരെ സ്കിറ്റാണല്ലോ ഇങ്ങനെ. അത് മാത്രല്ല, പോകെ പൊട്ടിച്ചിരിക്കുന്ന ചേച്ചിയുടെ കാലിൽ ഞാൻ കുത്തിയും കൊടുത്തു. അല്ലല്ലല്ല, ഞാൻ കണ്ടു നിങ്ങളുടെ ആ ചേച്ചി എന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അല്ലേ? അതിനല്ലേ നമ്മളെ ചിരിക്ക് അങ്ങനെ കരയൊന്നുമില്ല. ചിരി വന്ന് നമ്മൾ ചിരിച്ചിരി. അസാധ്യ കാമഡി. അല്ലല്ല, രഞ്ജിത് മാമന്റെ SSLC ബുക്കിലെ ലുക്കാണിത്. പിന്നെ ഓ രഞ്ജിത് മാമന്റെ SSLC ബുക്കില് ഇതാണ് ലുക്ക്. അതെ അതെ, ഞാനും അവനും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ വന്നപ്പോ ഇതായി +2 ആയി. അതെ, 5 വർഷം കഴിയുമ്പോ ജനറേഷൻ മാറുമല്ലോ. രഞ്ജിത്ത് മാമ ഈ ലുക്ക് വെച്ചിട്ടാണോ മാമീനെ വളച്ചത്? ഇതിലും കഷ്ടമായിരുന്നു. മാമൻ ആ കാലത്ത് ആ നാട്ടിലെ പ്രധാന ഉസുവായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയണ, രഞ്ജിത്തിന്റെ ഈ ഒരു പുതിയ ലുക്കിന് ഒരു വലിയൊരു കയ്യടി. എല്ലാം നമ്മുടെ കരയുടെ രഹസ്യം. പക്ഷെ ഇപ്പോഴാണ് അവന്റെ പേര് അന്വർത്ഥമായത്, മിസ്റ്റർ വിജയ് ചന്ദ്രൻ നായർ. ഈ ലുക്കിൽ ആ പേരാണ് കറക്റ്റ്. അപ്പോഴേ കാര്യങ്ങൾ തീരുമാനം എടുക്കാറായിരിക്കുകയാണ്. യെസ്, ബാറ്ററി ചാർജ് നമുക്ക് നോക്കണ്ടേ? നോക്കാം. നോക്കിയാലോ? ഓക്കെ, കാണാം. പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ താങ്ക് യു. ചിരിപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അല്ലേ? തെക്കേക്കരയുടെ പേരിലും തെക്കേക്കരയ്ക്ക് വേണ്ടി കൈയടിച്ച് തിരിച്ച പഞ്ചായത്ത് മെമ്പേഴ്സ്, പഞ്ചായത്ത് അംഗങ്ങളുടെ പേരിലും എല്ലാവർക്കും ഫയർഫോഴ്സിലും നന്ദി. ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രമാണിയോട് അഭ്യർത്ഥിക്കുകയാണ്. വോട്ടല്ല, പക്ഷേ കാശ്. കാശ് വേണോ? അതെ, കാശ് കൊടുക്കാറില്ല. ചേച്ചി മണിയല്ല, മണിയാണേ. മണിയാണോ? മണി. ചേച്ചി കാശ് ദാരിദ്ര്യം കാണിക്കല്ലോ ചേച്ചി. ചേച്ചി കൊടുക്കട്ടെ. സന്തോഷമായല്ലോ. വടക്കേക്കരയുടെ ഊഴമാണ്. നമ്മളുണ്ടല്ലോ ഫ്രഷ് ആയിട്ട്, അതായത് നമ്മൾ ഇതുവരെ കാണാത്ത 2 മുഖങ്ങളാണ് ഈ സ്റ്റേജിൽ വരാൻ പോകുന്നത്. അതും നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, നമ്മുടെ മെമ്പർമാര് അതേ ജില്ലയിൽ നിന്ന്. ഒരേ ഇതിനാണ്. തിരുവനന്തപുരത്ത് വന്നപ്പോ ഇത്ര എനർജി ഇല്ലായിരുന്നു കേട്ടോ. 18 ചേച്ചി ആ മണി ഒന്ന് അടിച്ചേ. ചേച്ചി അവന്റെ കഴുത്തി കെട്ടി തൂക്കിട്ടാ മണി. Come to the point, guys. അപ്പം ഇന്ന് വരാൻ പോകുന്നത്, നമ്മളെ ചിരിപ്പിക്കാനായിട്ട് വരാൻ പോകുന്നത് അർപ്പിതയും ആലിയാണ്. കൈയടി കൊടുക്കാം. യുവത്വത്തിന്റെ പ്രതീകം അർപ്പിത ആൻഡ് ആലിയ.
എടാ പച്ച വീട്ടിലെ നിന്നെ കൊണ്ടാടുന്ന പൈസ കിട്ടുമെന്ന് എന്റെ ബോസിന്റെ അടുത്ത് ആരോ പറഞ്ഞു. ആ മണ്ടി അത് വിശ്വസിക്കുകയും ചെയ്ത്. എന്നിട്ട് ഒരാഴ്ച നിന്നെ കൊണ്ടാടുന്ന പൈസ കിട്ടിയോ? ഇല്ല. ഉള്ള വീട് വരെ ജപ്തിയായി. അതിനാണ് എന്റെ ബോസി നിന്നെ പിടിച്ചോണ്ടിരാൻ പറഞ്ഞത്. ഇന്ന് നിന്റെ അന്ത്യവാടാ. ഇപ്പൊ എന്റെ ബോസി വരും. അവനെ കിട്ടിയോ? കിട്ടി ബോസി. ബോസിയോ? ആണുങ്ങളെ ബോസ് എന്നും പെണ്ണുങ്ങളെ ബോസി എന്നും വിളിക്കാലോ. ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ നിനക്ക്. അച്ഛന്റെ ബുദ്ധിയാന്ന് അമ്മ പറയാറ്. അച്ഛനിപ്പോ എവിടാ? മരിച്ചുപോയി. എങ്ങനെ? ജലദോഷം വന്നപ്പോ കുക്കറിന്റെ ന്യൂസിൽ ഒരു ആവി പിടിച്ച. നല്ല ബുദ്ധി. താങ്ക് യു ബോസി. സമയം കളയാതെ അവനെ കാണിക്കേ. അല്ല ബോസി, ഇവനെതിരെ എന്നോട് പിടിച്ചോണ്ടിരാൻ പറഞ്ഞേ? ഇവന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ. അപ്പൊ ഇവനെ കൊല്ലുന്നല്ലേ? അയ്യോ, അറിയാതെ പൊട്ടിയതാ. പേടിച്ചു പോയോ? അറിയാതാണെങ്കിൽ ഈ തോക്കൊന്ന് പൊട്ടിയല്ലോ. സന്തോഷായി എനിക്ക്. സന്തോഷം. ഒരൊറ്റ വെടിവെച്ചാന്നുണ്ടല്ലോ. നിങ്ങൾ എന്റെ മണ്ടയിലോട്ട് കയറത് അവന്റെ മണ്ടയിലോട്ട് കയറ. ഇവൻ ആരാന്ന് നിനക്കറിയാവോ? കണ്ണു കണ്ടൂടെ പച്ച വീട്ടില്. താങ്ക് യു ബോസി. ഇവൻ വന്നാ പൈസ വരുമെന്നും പറഞ്ഞ് ഞാൻ ഇവനെ കൊണ്ടുകിടന്ന്. പക്ഷെ ഇവനെന്നെ പറ്റിച്ചു. സോറി ബോസി. ഇനി ഇവൻ ആരെയും പറ്റിക്കരുത്. ചോര കണ്ട അറപ്പ് മാറിയോളാ ഞാൻ. അതെ അതെ, കുറെ നാളെ എന്റെ ബോസി ബ്ലഡ് ബാങ്കിലായിരുന്നു. ബ്ലഡ് ബാങ്ക്. ഈ കൈ കൊണ്ട് ഞാൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? അയ്യോ മിണ്ടല്ലേ. എന്താ ജൂലി? അയ്യേ പെണ്ണുപിള്ളക്ക് എന്തോന്ന്? എന്റെ കഥ കേട്ടോ പേടിക്കുന്നു കരുതിയാണോ നീ എന്റെ വാ പൊത്തിയത്? അതുകൊണ്ടൊന്നുമല്ല, കള്ളം പറഞ്ഞ നാക്ക് കൊഴുത്തു പോകും. പൂസി തോക്ക് പിന്നെ പൊട്ടി. അയ്യോ എനിക്കിനി ചത്താ മതിയേ. നീ കേട്ടോ ഞങ്ങളുടെ തോക്ക് പൊട്ടിയേ? അയ്യോ ബോസി. എല്ലാവരും പറഞ്ഞ അന്ധവിശ്വാസത്തിന് ഇവരെ ഇങ്ങനെ കെട്ടിയിടേണ്ട ഒരു കാര്യവുമില്ല. ആര് പറഞ്ഞാലും എനിക്ക് പൈസ കിട്ടണം. ഈ പേരും പറഞ്ഞവന്മാരൊക്കെ കുറെ ഷൈൻ ചെയ്തതാ. ഇനി ഞാനും കൂടെ ഒന്ന് ഷൈൻ ചെയ്യട്ടെ. അല്ല നമ്മളെന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? ഫ്രണ്ട് ഇരിക്കുന്നവരോ ചിരിക്കുന്നില്ല. സോറി ബോസി. ബോസി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്റെ ക്യാരക്ടർ ഞാൻ ബോസിക്ക് തന്നിട്ട് ബോസിന്റെ ക്യാരക്ടർ ഞാൻ എടുത്തോട്ടെ? അതെന്തിനാ? അതാകുമ്പോ ഇടക്കിടയ്ക്ക് ഓരോ ചട്ടപ്പും രണ്ട് അടി ബാക്കിയുള്ളവൻ ഇത്രയും നീളമുള്ള ഡയലോഗ്. എടാ മര്യാദക്ക് പൈസ കൊണ്ടുവന്നോ. എന്നെ കൊണ്ട് വാതോരാ നീ സംസാരിപ്പിക്കരുത്. ശരിയാ, കൂടുതൽ പറഞ്ഞാ തെറ്റും. ഇത് തന്നെ തെറ്റി. ഇനി ഞാനിവിടെ നിന്നാ പുഴുക്കും. കുറച്ചേരം ഇവന്റെ മെക്കിട്ട് കയറാം. എടാ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? നിന്നെ കൊണ്ട് ആർക്കെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ? നാറി നിന്നെ ഞാൻ ഒരു പൊതു സദസ്സിലിരുന്നാണോ ഇങ്ങനൊക്കെ പറയുന്നത്? ഓക്കേ ജൂലി, ഐ ആം കൺട്രോൾ. ഇവൻ വന്ന പൈസ കിട്ടുന്നതിന് തെളിവുണ്ട്. എന്ത് തെളിവ്? ആ ശ്രീവിദ്യയുടെ ഡയാനയുടെയും വീട്ടിൽ ഇവൻ ചെന്നോണ്ടാ പൈസ കിട്ടിയെന്ന് നാട്ടുകാർ പറയുന്നേ. കഴിവുണ്ടല്ലേ? അത് കൂടാതെ ഇവനും ആ കോമഡി മാസ്റ്റേഴ്സിൽ പോയിരുന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടോ? ചെവുക്കല്ലടിച്ച്. ഇതെന്തിനാ? അത് കുട്ടിയാകില്ല, ഇത് പച്ച വെട്ടില്. പേര് രണ്ടാമതായാലും ഫിഗർ തന്നെയല്ലേ? ഇന്ന് പൈസ കൊണ്ടുപോയില്ലെങ്കിൽ കെട്ടിയവനുമായിട്ട് മുട്ടം വഴക്കുണ്ടാവും. വിട് വിട് വിട്, വാടകയ്ക്കെടുത്താണ്. ഓക്കെ ഓക്കെ. അണ്ണൻ ബോസി ചീത്ത വിളിക്കാറുണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല. വഴക്കുടങ്ങുമ്പോൾ ഞാൻ അടിച്ചങ്ങ് തറയിടും. അതുകൊണ്ട് ഞാനതൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടാ അവിടെ റസലിങ്ങിന് പോകുന്നത്? അല്ല ബോസി, ഇവനെ ഇങ്ങനെ കെട്ടിയിട്ട് ആർഗ്യുമെന്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ജൂലി എന്താ ബോസി ഇങ്ങനൊക്കെ നോക്കുന്നു? അല്ല നിന്റെ വായിന്നാണോ ഈ ആർഗ്യുമെന്റ് വീണെ നോക്കി? ബോസി അങ്ങനെ ചിന്തിക്കരുത്. എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ട്. പണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചോണ്ടിരുന്ന കൊച്ചാ. പിന്നെ അതെനിക്കറിയത്തില്ല ജൂലി. എടാ നിനക്കറിയാവോ ഗാന്ധാരിയുടെ ഭർത്താവിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ കലിപ്പൻ എന്നെഴുതി വെച്ച ആരായി പറയുന്നേ? മാമന്റെ പേര് ശാരംകൃതൻ എഴുതാനുള്ളതിന് മാമിയുടെ മാപ്പിള എന്നെഴുതി വെച്ച മാങ്ങാ തളിച്ചി ആ ബോസ്. അതിനല്ല ജൂലി, ഇനി പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും നാറും. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. അതായിരിക്കും എന്തുകൊണ്ട് നല്ലത് ബോസി. ജൂലി ഞാൻ ഇവന്റെ തലയ്ക്കുന്നം വെച്ച് വെടിവെക്കട്ടെ? വേണ്ട ബോസി, അരുത്. അങ്ങനെ ചെയ്തുകൂടാ. ജൂലി നിനക്ക് ഇവനോട് സെന്റിമെന്റ്സോ? ഉണ്ടാ. അല്ല ഉണ്ട എങ്ങാണ് ഇവന്റെ ദേഹത്ത് കൊണ്ടില്ലേ ബോസി നാറുന്ന കാണാൻ എനിക്ക് വയ്യ. ഷട്ട് അപ്പ് ജൂലി.
ബോസി നാറിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് ഉന്നത്തിനെ പറ്റി അറിയത്തില്ല. ഒരു ദിവസം ഞാൻ കാട്ടിൽ ചെന്നപ്പോൾ എന്റെ മുന്നിൽ 2 പുലി. 2 പുലി തലയിരിക്കുമ്പോ വാലാടണ്ട. പാലിനി ആടൂല. എന്റെ തോക്കിലാണെങ്കിൽ ഒരുണ്ട. ഞാൻ ഒറ്റ വെടി. പുലി ചത്ത്. പുലി ചത്തില്ല. അതിന്റെ പുലി ചാവാത്തെ വെടിമരുന്നാന്നും പറഞ്ഞ് അടച്ച സോപ്പൂടിയായിരുന്നു. പുലി പുലി തോക്കിന്ന് വന്ന കുമ്മള പിടിച്ച് കളിക്കുമായിരുന്നു. ബോസി ഞാൻ പുലിയുടെ അകത്തുള്ള പുള്ളി എണ്ണി കളിച്ചു. നല്ല കാര്യം. ബോസിക്ക് ബോസിയുടെ നാക്ക് തിളച്ച എണ്ണയിൽ നാക്ക് മുക്കി എഴുതാൻ പറ്റൂ? ജൂലി, എന്റെ നാക്ക് കരിഞ്ഞു പറ്റില്ലേ? ഇമാതിരി തള്ളുന്നേക്കാ നാക്ക് കരിഞ്ഞു പോകും. Shut up, ജൂലി. ഫോൺ വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ട്. ഹലോ, ആണോ? ശരി ജൂലി, നമ്മൾ രക്ഷപ്പെട്ടടി. ഞാൻ ഇന്നലെ എടുത്ത ടിക്കറ്റിന് 25 ലക്ഷം രൂപ ലോട്ടറി അടിച്ചടി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ വീട്ടിൽ വന്ന് പൈസ കിട്ടുമെന്ന്. നിന്റെ പുത്തട. നമുക്ക് ആദ്യം കൊള്ളസംഗീതമൊക്കെ ഒന്ന് വികസിപ്പിക്കണം. വല്ലേ 5-6 പച്ചവെള്ളം കൂടെ പിടിച്ചോണ്ട് വരാവോ? പിടിച്ചോണ്ടരാം. വല്ലേ അത് കഴിഞ്ഞ് നമുക്ക് 3-4 ബ്രാഞ്ച് കൂടെ തുടങ്ങാം. പിന്നെ വല്ലേ ആദ്യം നമുക്ക് വലിയൊരു വീട് വെക്കണം. കൊച്ചൊരു കാർ മേടിക്കണം. അതിന് ലോട്ടറി വേണം. അതിന് ലോട്ടറി എടുക്കട്ടെ. കാർ മേടിക്കാം, വീട് മേടിക്കാം. അടിച്ചു പൊളിക്കും കേട്ടോ. നിന്നെ കൊണ്ടാക്കട്ടോ. പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്ന് അടിച്ചു. ജൂലി, എന്താ ബോസി, പിന്നെ ലോട്ടറി വല്ലതും അടിച്ചോ? പിന്നെ വലിയൊരു ലോട്ടറി അടിച്ചു. എന്താ ബോസി? ഇങ്ങോട്ടൊന്ന് നോക്ക്. എന്തു ബോസി ഇത്? ഇവന്റെ കൂട്ടുകാരനായ പാറ്റേത് കറണ്ട് എന്നടി. അപ്പൊ നമ്മുടെ 25 ലക്ഷം ബോസി. സോറി ബോസി. ഞങ്ങളൊരു 2 മിനിറ്റ് അഹങ്കരിച്ചോട്ടെ പ്ലീസ്. അഹങ്കരിക്കാം. 2 മിനിറ്റിന് 2000 രൂപ ഇങ്ങോട്ടേക്ക് ആദ്യം തരണം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സുഹൃത്തിനെ വിറ്റാണ് നിങ്ങൾ അവിടെ സ്കിറ്റ് വിജയിച്ചിരിക്കുന്നത്. അനാവശ്യമായ PR നിങ്ങളുടെ പിള്ളേര് നൽകി. എന്നെ അതിന്റെ പച്ച വിട്ടിലിനോട് ഉപമിച്ചതിന് എതിരെയുള്ള പ്രതിഷേധം ഏഴംകുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഞാൻ പച്ചവെട്ടിലെ കേസ് കൊടുത്തേക്കുന്നു. അപമാനിച്ചു എന്നും പറഞ്ഞു. അത് നിങ്ങൾ നോക്കണമായിരുന്നു മക്കളെ. അവര് പേടിച്ചടാ. അല്ല, അവരാ ഒരു ഉപമ കണ്ടോ, അവരാ ഒരു ഒബ്സർവേഷൻ ആണ്. മകളെ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പ്രമാണി എടുത്ത് ചോദിക്കാം. പ്രമാണി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എനർജി. മോളുടെ പേരെന്താണ് മോളെ? അർപ്പിത. അയ്യോ പാവം കുഞ്ഞിന്റെ ശബ്ദം വരെ പോയി. അർപ്പിത എന്നെ പോലെയാ. അർപ്പിതാന്റെ സൗണ്ട് പോയി. പക്ഷെ അർപ്പിതന്റെ ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻസ്, സൂപ്പർ ടൈമിങ്, ആ ഭയങ്കര ക്യാരക്ടറിന് ഒരുപാട് എന്താ പറയാ, ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. സൂപ്പറായിട്ട് മോള് ചെയ്തു. പിന്നെ നമ്മുടെ ബോസി അറിയേ വേണ്ട. ബോസി തന്നെ. എങ്ങനെ മക്കളെ ശബ്ദം പോയേ? നല്ല റിഹേഴ്സൽ ചെയ്താ? AC ആണോ പ്രശ്നം? AC മീൻസ് എനിക്ക് AC-യിൽ അധികം കിടക്കാൻ പറ്റത്തില്ല. തന്നെയല്ല, എനിക്ക് സൗണ്ട് ഓൾറെഡി എന്റെ ഇച്ചിരൂടെ അടങ്ങിയ സൗണ്ട്. എന്ത് പ്രായമുണ്ട്? എത്ര വയസ്സാ? ഇനി 9-ലോട്ട്. രണ്ടുപേരും 9 പറഞ്ഞ ക്ലാസ്സോ? ക്ലാസ്സിലോട്ട് 14 13 14 അല്ല, 2. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഒരു സ്കൂളിൽ പഠിക്കുന്നതാണോ? അല്ല, വേറെ ജില്ലയാ. വേറെ ജില്ലയാണ്. എവിടെയാ? എവിടെയാ? കൊല്ലം. പത്തനംതിട്ട. അല്ല, ഇവരിങ്ങനെ ടീമായേ? നിങ്ങൾ പരിചയപ്പെട്ട ടീമല്ലേ? എവിടെ ഓഡിഷന് വന്നിട്ട് വേണ്ടതായിരുന്നോ വന്നേ? സൂപ്പർ, കൊള്ളായിരുന്നു കേട്ടോ. അല്ല, ഒരു കാര്യം നമ്മുടെ കുട്ടികളോട് ചോദിക്കട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു വേദി? സൂപ്പർ. അതിപ്പോ മാർക്സ് കിട്ടാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞു? അല്ല, നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാ ഞങ്ങളെ. ഒരു മാർക്സ് കൊടുക്കല്ലേ? കൊടുത്തേക്ക് പിള്ളേരല്ല. അല്ല, 1000 കൂട്ടണോ? ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ ഫ്ലോറിൽ വന്നിട്ട് ബാറ്ററി ചാർജ് കയറ്റിയിരിക്കുക. അപ്പൊ ആ ബാറ്ററി ഇനി കാണണ്ടേ? റെഡിയാണോ? റെഡി. തിരിഞ്ഞു നോക്കിക്കോ. കണ്ണക്കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ ടീമിന് വലിയ സന്തോഷം കണ്ട. ആക്ച്വലി നല്ല സ്കോർ ആണ്. ഫസ്റ്റ് ടൈം വന്ന് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്കോർ ആയിട്ട്. എന്തായാലും 2000 എന്റെ മെച്ചവിട്ടിലാണ്. അപ്പൊ എന്തായാലും ചേച്ചി 20,000 റുപ്പീസ് ഇവരുടെ പോക്കറ്റ് മണി. ഓക്കേ. മാസ്റ്റർ
വർക്കേക്കരുടെ സ്കിറ്റും പെർഫോമൻസും ഒക്കെ കണ്ടു കഴിഞ്ഞു. പൈസയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു കമ്മിറ്റി ഇവിടെ കൂടണം. അല്ലേ? ഒരു ചർച്ച ഇവിടെ ആവശ്യമാണ്. ചർച്ച നമ്മൾ എവിടുന്ന് തുടങ്ങണം? ഞാൻ വെച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ വെച്ചിട്ട് കുറെ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്നെ കുറെ കൂടി ലുക്ക് ആക്കാൻ പറ്റും. അതെനിക്ക് തോന്നല്ല. അതിനൊക്കെ ഒരു പരിധിയില്ല. ചുമ്മാ നമ്മുടെ ടീമാണ്. എന്തിനാണ് തുടങ്ങിയപ്പോ തന്നെ നീ എന്റെ കൂടെ നിൽക്ക്. അന്ന് ഞാൻ മാറ്റി പറയാം. എന്നാ കുട്ടിയൊക്കെ സൂപ്പർ ആക്കാൻ പറ്റും വെച്ചിട്ട്. എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി ഉണ്ടല്ലോ. ഓൾറെഡി അവൻ സൂപ്പർ ആണല്ലോ. എന്തെങ്കിലും ആവട്ടെ. അല്ല, അതുപോലെ പല കാര്യങ്ങളും വെച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങളുടെ പഞ്ചായത്തിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാറ്റം, നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വെച്ചൊരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് പന്നിയെ കൊല്ലാനുള്ള ഒരു സംവിധാനമായിരിക്കും. യഥാർത്ഥത്തില് നമ്മളിത് പന്നിയെ കൊല്ലാൻ പറയുന്നെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് പന്നി കൊണ്ട്. ഒരുപാട് കൃഷി ആയാലും അത് ശരിയാണ്. പിന്നെ ഒരുപാട് ബൈക്ക് യാത്രക്കാരൊക്കെ അപകടത്തിൽപ്പെടുന്നതൊക്കെ പന്നി കൊണ്ടാണ്. ചേട്ടാ, ഈ ചേച്ചി പ്രതിപക്ഷമാണോ? അത് എന്താ കാര്യം അറിയോ? പറയാനുണ്ടാ, ഏത് ജീവിയെയും കൊല്ലുന്നത് തെറ്റാണ്. ആദ്യം അപേക്ഷ കൊടുത്ത മെമ്പറാ പന്നിയെ കൊല്ലണമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ പറയുമ്പോ അവര് കൊടുത്തല്ലേ, നിങ്ങളാണോ പറഞ്ഞത്? അപ്പൊ ഞങ്ങൾക്ക് പ്രതിരോധിക്കാം. പന്നിയെ സംരക്ഷിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ കൃഷിയൊക്കെ നശിപ്പിക്കല്ലേ? ഏത് ജീവിയെ കൊല്ലുന്നതും തെറ്റല്ലേ? നമ്മൾ കൊല്ലണമെന്ന് പറയുന്നത് പന്നിയെ നമ്മുടെ എക്കോ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. അത് പൂർണ്ണമായി നശിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കൊന്നാ പാവം തിന്നാ തീരുമെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ കൊന്നിട്ട് തിന്നാം. അതായത് രമണ, ചേച്ചി ഉദ്ദേശിച്ചത് പന്നിയെ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ എക്കോ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ആ കൊല്ലാണെങ്കിലും കൊന്നാ പാവം തിന്നാ തിന്നോ. അതെ, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കണം. അതെന്താണ് തെറ്റ്? അതെന്താണെന്നറിയോ? ചേച്ചി അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ പ്രൊഡക്ഷനിൽ അവരവിടെ നിന്ന് ചേച്ചി ഉച്ചയ്ക്ക് പോക്കാണ്. ചേച്ചി പറയുമ്പോ ഉപയോഗമില്ലാതെ പോകണ്ട, അത് മനുഷ്യർക്ക് ഭക്ഷണം ആയിക്കോട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതൊരു തമാശയുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഇത് തമാശ രീതിയിൽ അങ്ങ് എടുത്തിരിക്കുന്നു. മാത്രമേ ഉള്ളൂ. ഗംഭീരായിരുന്നു. പക്ഷെ മിക്കവാറും ഫോറസ്റ്റിൽ നിന്ന് കേസ് വരും. അതെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഫേസ് ചെയ്യാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൂട്ടത്തില് ഒരു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതാരാ? ഇവിടുന്നിപ്പം ചേച്ചിയുടെ പേര് എങ്ങനെയാ? ടീച്ചറിന്റെ പേര്, മാമിന്റെ പേര്? എന്റെ പേര് കർമ്മല കുസുമം. കർമ്മല കുസുമം. ഹസ്ബൻഡ് എന്താ വിളിക്കണേ? ഹസ്ബൻഡ് വിളിക്കുന്നത് സത്യം പറയണേ, ഷീല എന്നാ വിളിക്കുന്നത്. എനിക്ക് വീട്ടിൽ ഷീല എന്നൊരു പേരുണ്ട്. അത് നല്ല പേരാണ്. അപ്പൊ എന്തായാലും ഷീല മാമിനോട് എന്റെ ഒരു ചോദ്യം. ഇതിപ്പോ ഒരു ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കാം. ഇവിടെ എന്തായാലും പഠിപ്പിച്ച ഒരാളുണ്ടാവും, ഒരു ബാക്ക് ബെഞ്ചർ ഉണ്ടാവും, ഒരു ഉഴപ്പൻ അല്ലെങ്കിൽ ഒരു ഉഴപ്പി ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ചെയ്യുന്ന ഒരാളുണ്ടാവും, സ്പോർട്സിൽ ഒരാളുണ്ടാവും. എന്ന് പറയുന്നത് നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആരെയൊക്കെ സെലക്ട് ചെയ്യും? ആദ്യം നമുക്കൊരു പഠിപ്പിസ്റ്റ്, എല്ലാത്തിനും മിടുക്കൈ അല്ലെങ്കിൽ മിടുക്കൻ എന്നുള്ള രീതിയിൽ. അത് ഞാൻ തന്നെയാണ്. ഇവിടെയുള്ള പഠിപ്പിസ്റ്റ് നമ്മുടെ വിജയകുമാരി ചേച്ചി. അടിപൊളി. ഓക്കെ. ആൻഡ് ഈ പറഞ്ഞ ബാക്ക് ബെഞ്ചർ കണ്ടറിയാതെ ആ ചേട്ടൻ നോക്കുകയാണേ. ഷീബ മെമ്പർ, ഷീബ അനി. ഷീബ ചേച്ചിനെ പറയാൻ റീസൺ എന്നാ? കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എല്ലാം അറിയാം. ഇപ്പൊ അതുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ ഇരുന്നാ മതി. അങ്ങനെ ഓൾറെഡി ഒരു പഠിപ്പിച്ച സ്ഥാനം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. സ്പോർട്സിൽ നമുക്ക് ഒരു കുട്ടിയെ വിടാം. അതാരെ വിടാം? നമുക്ക് ജെയിൻ ജോബിക്ക് കൊടുക്കാം. ജെയിൻ ജോബി. ഏത് ഐറ്റം? ഓട്ടം, വോളിബോൾ. വോളിബോൾ പ്ലെയർ ആണോ? ആണ്. നൈസ്. എന്തായാലും നിങ്ങൾ എല്ലാരും കിടിലാണ്. ഞങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പഞ്ചായത്തും കിടിലാണ്, നിങ്ങളുടെ വൈബും കിടിലാണ്. ഒന്നിനൊന്ന് എല്ലാരും സൂപ്പറാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ പഞ്ചായത്തിലെ ഇനിയും ആൾക്കാരെയും കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ചിരിച്ച് കളിച്ച് ഫണ്ണാക്കി മുന്നോട്ടേക്ക് പോകണം. ഓക്കെ പ്രമാണി? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കമ്മിറ്റി നമുക്ക് പിരിച്ചുവിടാൻ ഓളത്തിലോ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്. ചേച്ചി, എന്നത്തെ പോലെ ഇന്നും നമുക്ക് അറിയണം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരാണ്? ആരൊക്കെയാണ്?
ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വിലി വൈറ്റ് ദ ബ്രൈറ്റ്. ആരാ? രണ്ട് കരക്കാറുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ? രണ്ടു പേർക്കും നമുക്ക് കൊടുക്കാം. നമുക്കാണ്, അതായത് നമുക്കെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്ന നമ്മുടെ ഏഴംകുളം പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിയ ഏഴംകുളം പഞ്ചായത്ത് മെമ്പേഴ്സിനാണ്. താങ്ക് യു സോ മച്ച്. ചേച്ചി നൽകിക്കും. ഹാപ്പിയായി, എല്ലാരും ഹാപ്പി. അതിന് മുമ്പ് ഞാൻ ടീച്ചറിനോട് ചോദിക്കട്ടെ, പിള്ളേരെല്ലാരും അടിപൊളിയല്ലായിരുന്നോ ടീച്ചറെ? പിള്ളേരെല്ലാം സൂപ്പർ ആയിരുന്നു. വളരെ സന്തോഷം. വളരെ എല്ലാരെയും ടി വിയിലൂടെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെ ഈ സ്റ്റേജിൽ വരെ ഇവിടെ എത്തിച്ച ഞങ്ങളുടെ കലാകാരി 1-ാം വാർഡ് മെമ്പർ, ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളെ രാധിക, ഞങ്ങളുടെ സ്നേഹനിധിയായ രാധിക ഇവിടെ ഞങ്ങളെ എത്തിച്ചതിലും ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ എത്താൻ സാധിച്ചതിലും ഞങ്ങളുടെ പഞ്ചായത്തിനെ ലോകമെമ്പാടും അറിയപ്പെടാനും സാധിച്ചതിലും ഞങ്ങളെ ഇവിടെ എത്തിച്ചതിലും വളരെ സന്തോഷം. കോമഡി മാസ്റ്റേഴ്സിന് വളരെ സന്തോഷം, വളരെ സന്തോഷം. ഫസ്റ്റ് റാങ്കർ കൊണ്ടുപോയി. നിങ്ങളെ പോലെ ഞങ്ങളെല്ലാം ഓരോരോ കലാകാരന്മാരാണ്, കലാകാരികളാണ് ഞങ്ങളെല്ലാം. വളരെ സന്തോഷം. ആ പാട്ടില് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? കേക്കട്ടെ, പാട്ട് കേക്കട്ടെ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആടിയ ദിവ്യാനുരാഗിലമാം രാസ ക്രീഡാ കഥയിലെ നായികേ. ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഞെട്ടിച്ചു. ഫസ്റ്റ് റാങ്കർ വെറുതെയാണോ കൊടുത്തത്? ഓൾ റൗണ്ടർ ആണ്, കിടുക്കി കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നമുക്കൊക്കെ കണ്ടുമുട്ടാം. നമ്മൾ ബൈ പറഞ്ഞു പോവാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒരു റിമൈൻഡർ ചേച്ചി, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ബൈ.